എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വളരെ നല്ല ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ IFFKയിലെ സിനിമാ പ്രേക്ഷകരെയും അക്കാദമി അടക്കം ഇച്ചിരി വിഷമത്തിലാഴ്ത്തിയിരുന്നു. കാരണം ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള സിനിമകൾ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളൊക്കെ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അക്കാദമി ഈ 30ാമത് IFFKയിൽ ഷെഡ്യൂൾ ചെയ്ത എല്ലാ സിനിമകളും ഈ 30ാമത് IFFKയിൽ കാണിക്കാൻ കേരള സർക്കാരും ചലച്ചിത്ര അക്കാദമിയും തീരുമാനമെടുത്തിരിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ സ്ക്രീനിങ്ങിൽ റീഷെഡ്യൂൾ ചെയ്യുമ്പോണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളുണ്ടാകാം. അത് നമുക്കതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. അല്ലാതെ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും ഈ ഫെസ്റ്റിവലിൽ കാണിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിനിമാ പ്രേമികളും ഒരു തരത്തിലും ഒരാശങ്കയും വേണ്ട. വളരെ സുഗമമായി IFFK 30ാമത് എഡിഷൻ ഇവിടെ പര്യവസാനിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഈ സർക്കാർ തീരുമാനത്തിനപ്പുറത്തേക്ക് കേന്ദ്ര അനുമതി ഇപ്പോൾ 5 സിനിമകൾക്ക് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. സർക്കാർ തീരുമാനം മനസ്സിലായി. കേന്ദ്രത്തിൽ നിന്ന് 5 സിനിമകൾക്ക് മാത്രമാണ് നിലവിലും ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. അതെ, ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം സിനിമകൾ കാണിക്കുക എന്നതാണ്. ഇനി അതിൻ്റെ ഭാവി എന്താണോ സംഭവിക്കുക അതൊക്കെ പിന്നീട് ഈ ഫെസ്റ്റിവൽ കഴിയട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. ഇപ്പോഴൊറ്റ തീരുമാനമേ ഉള്ളൂ. കേരള സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഇവിടെ ബാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ ഞങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊരു റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാകും. അത് എല്ലാവരും ഒന്ന് സഹകരിച്ചേ പറ്റുള്ളൂ. ചില സിനിമകൾ അറിയാലോ, അത് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ചെറിയ പ്രയാസങ്ങൾ നേരിടും. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്കൊരു 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ചരിത്രപരമായൊരു പ്രഖ്യാപനമാണ്. മറ്റൊരു കാര്യം, ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ചെയർമാൻ്റെ ഒരു അസാന്നിധ്യം അതുകൂടി ചർച്ചയായിട്ടുണ്ടായിരുന്നു. രാവിലെ കമൽ സാർ പറഞ്ഞത് ഇത്രയും തിരക്കുള്ള ഒരാളെ ആണോ ആക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം കമൽ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു അസാന്നിധ്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ചെയർമാൻ്റെ ഒരു ഇടപെടൽ ഇതിൽ എങ്ങനെയായിരുന്നു? എവറി സെക്കൻഡ് ചെയർമാൻ ഈസ് വിത്ത് അസ്. ഈ ചെയർമാൻ ആയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായതും അതുകൊണ്ടാണ്. അദ്ദേഹം എവറി സെക്കൻഡ് വിത്ത് അസ്. അദ്ദേഹമാണ് പകുതിയിലേറെ സിനിമയ്ക്കുള്ള പെർമിഷൻ നേടിത്തന്നതും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നിങ്ങൾക്ക് തോന്നുന്ന ഇൻ പ്രസൻസ് ആണ്. ബട്ട് ഇൻ എവറി സെക്കൻഡ് ഹീ നോസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. എക്സ്ട്രോർഡിനറി ചെയർമാൻ ആണ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫിസിക്കൽ അബ്സെൻസ് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അസ് ഫീൽ ഹിസ് പ്രസൻസ് ഇസ് ദയർ. പിന്നെ സർക്കാർ എടുത്ത തീരുമാനമാണ്. റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഒരു ഫേസ് ഉള്ള ഒരാൾ അക്കാദമിയുടെ തലപ്പത്ത് വരണമെന്ന് കേരള സർക്കാർ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളെയാണോ ഇങ്ങനെയുള്ള ആളെയാണോ? അങ്ങനെയല്ല. അദ്ദേഹത്തിൽ കണ്ട ഒരുപാട് അല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഫെസ്റ്റിവൽ പ്ലാൻ ചെയ്ത ശേഷമാണ് അദ്ദേഹം ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വർക്കുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു. പക്ഷേ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ തുടക്കം തൊട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. അതൊക്കെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ്. കാരണം ഈ ഒരു വലിയ പ്രോസസ്സായത്. ഇത്രയും വിസകൾ സംഘടിപ്പിക്കണം, വിസ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി ഈ IFFKയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അയാളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം 18ന് ഈ ഫെസ്റ്റിവലിന് മാത്രമല്ല, കഴിഞ്ഞ ഒരുപാട് ഫെസ്റ്റിവലുകളിൽ റസൂൽ പൂക്കുട്ടി